നിങ്ങൾ ജിമ്മിൽ ആദ്യമായിട്ടാണോ പോകുന്നത്? എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുതെന്ന് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിനു മുന്നേ ഇതുപോലത്തെ യൂസ്ഫുൾ ടിപ്സിനായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോ. ഈ വീഡിയോ നിങ്ങളെ ജിമ്മിൽ വരാൻ നിൽക്കുന്ന ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തോ, അവർക്കും യൂസ്ഫുൾ ആവട്ടെ. ദ വെരി ഫസ്റ്റ് തിങ്, നിങ്ങൾ ഒരു ബിഗിനറാണ്. ജിമ്മിൽ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഹെവി ലിഫ്റ്റിംഗ് തുടക്കത്തിലേ ചെയ്യാൻ നിൽക്കരുത്. ലൈറ്റ് വെയിറ്റിൽ വേണം നിങ്ങളെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ. സെക്കൻഡ് തിങ് ഈസ് വാമപ്പ് സ്കിപ്പ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ ഇഞ്ചുറി ഉണ്ടാവും, പിന്നീട് ജിമ്മിലേക്ക് വരാൻ പറ്റാതെ ആവും. അതുകൊണ്ട് ഡൈനാമിക് വാമപ്പ് ചെയ്യാം. വേണമെങ്കിൽ ട്രെഡ്മില്ലിൽ 5 മിനിറ്റ് നടക്കാം. തേർഡ് തിങ് ഇസ് കൺസിസ്റ്റൻസി. ഇനി എന്ത് തന്നെ ആണെങ്കിലും എന്ത് ഫംഗ്ഷൻ വന്നാലും നിങ്ങൾ ജിം സ്കിപ്പ് ചെയ്യാതിരിക്കുക. അറ്റ്ലീസ്റ്റ് 4 to 5 ഡേയ്സ് എങ്കിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. ബിക്കോസ് കൺസിസ്റ്റൻസി ഇസ് ദ കീ. നല്ല ആഹാരങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക. വെള്ളം കുടിക്കാനും മറക്കരുത്. പ്രോട്ടീൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സെൽഫ് ഡീമോട്ടിവേറ്റ് ആവാൻ മറ്റൊരു കാരണമാണ് കമ്പാരിസൺ. ഒരിക്കലും നിങ്ങളുടെ ബോഡി മറ്റൊരാളുടെ ബോഡിയുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. പലർക്കും പല ബോഡി ടൈപ്പ് ആയതുകൊണ്ട് റിസൾട്ടിലും വ്യത്യാസം വരും. മേ ബി നിങ്ങൾക്ക് ശേഷം ജോയിൻ ചെയ്ത ആൾക്ക് റിസൾട്ട് കണ്ടു തുടങ്ങാം. അത് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആയി ജിം നിർത്തരുത്. ഇത് മാത്രമല്ല, ബിഗിനേഴ്സിന് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ ഞങ്ങൾ 2 പേരുടെ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക. സ്റ്റേ സ്ട്രോങ് ഗൈസ്.